ശ്രീ വി ആർ അനൂപ്, ഈ CPM-നെ സംബന്ധിച്ച് ഞങ്ങൾ നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം നടപടിയെടുക്കും എന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചത്. കുറ്റപത്രം കൊടുക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ടൈം ബൈ ചെയ്യുകയാണോ, അതോ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ഞങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുന്നൊന്നുമില്ലല്ലോ എന്ന സമീപനം എടുക്കുകയാണോ? എന്താണ് കോൺഗ്രസിന് തോന്നുന്നത്? അഭിലാഷേ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യം മുതലേ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി ശരിയായിക്കൊണ്ടിരിക്കുകയല്ലേ. ആദ്യം ഇവരെന്താ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് കക്കില്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് കക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. പിന്നെ ഇത്ര അന്വേഷണം പോയപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഭരിക്കുന്നതുകൊണ്ടല്ലേ ഇത് സാധ്യമായത്, ഇത്തരം ഒരു അന്വേഷണം. യഥാർത്ഥത്തിൽ എന്താ, കോടതിയുടെ ഇടപെടലുണ്ടായി ഒരു അന്വേഷണം അനിവാര്യമായി തീർന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും CPM എന്ന രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ടെന്നേ. ഇവരാദ്യം പറഞ്ഞത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങുന്നതും ഒടുങ്ങുന്നതുമായൊരു പ്രശ്നം എന്നുള്ള നിലയിലാണ് CPM ഇതിനെ സ്വീകരിച്ചത്. ഞങ്ങൾ അന്ന് പറഞ്ഞു, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്താൻ സാധ്യമല്ല, അതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്, അതിന് ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണ നേതൃത്വത്തിന് പിന്തുണയുണ്ട്. പിന്നീട് വാസു പിടിക്കപ്പെട്ടു. വാസു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കൊക്കെ അറിയുന്നതല്ല. അദ്ദേഹം CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്. പക്ഷെ അപ്പോഴും വാസു ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞു നിൽക്കുകയാണ് ഈ പാർട്ടി. പിന്നെയാണ് ഈ പത്മകുമാറിലേക്ക് വരുന്നത്. പത്മകുമാറിൽ തട്ടി ഇവരുടെ എല്ലാ ഡിഫൻസ് തകർന്നു പോവുകയാണെന്നേ. പത്മകുമാർ ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ കഴിയില്ല. പത്മകുമാർ എന്ന് പറയുന്നത് പാർട്ടിയാണ്, പാർട്ടിയുടെ പ്രതിനിധിയാണെന്ന് മാത്രമല്ല പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ്. പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ചരിത്രം, CPM-നകത്ത് ഉൾപാർട്ടി ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും പിണറായിക്കൊപ്പം നിന്ന ആദ്യം മുതലേ പിണറായിയുടെ വിശ്വസ്തനായിരുന്ന ആളാണ്. ഇപ്പം ഇവിടെ പത്മകുമാർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലേ. അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തതല്ല, എനിക്ക് ദൈവതുല്യനായ ഒരാൾ പറഞ്ഞ് ചെയ്ത കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഉന്നതരായ CPM നേതാക്കന്മാർ തൊട്ട് സാധാരണ CPM പ്രവർത്തകർക്ക് വരെ അന്നദാതാവായ ദൈവം എന്ന് പറയുന്നത് ആരാ? അത് പിണറായി വിജയനല്ലേ. ഇവിടെ കൃത്യമായി കേവലം പത്മകുമാറിൽ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി. പത്മകുമാറിനെ പുറത്താക്കിയാൽ പത്മകുമാർ പലതും പറയും. പത്മകുമാർ എന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഇടപെടലുകൾ നടത്താൻ കഴിയില്ലെന്ന് ആർക്കും അറിയാത്തത്? ഇവിടെ കൃത്യമല്ലേ, അയ്യപ്പനെ മുൻനിർത്തിയുള്ള വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇത് കേവലം ഇപ്പോൾ നടന്നിരിക്കുന്നതല്ലോ, കുറച്ച് കാലങ്ങളായി ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ക്ലൈമാക്സ് ആണ് നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ കണ്ടത്. ഇവരെന്താ പറഞ്ഞത്? അയ്യപ്പനെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്നതെന്നാണ്. അയ്യപ്പൻ, അഭിലാഷ, ആരുടെയെങ്കിലും ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? അയ്യപ്പനും വാവരും ഒക്കെ ഇവിടെ നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ സാംസ്കാരിക പരിസരത്തിന്റെ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ടാവും, സ്വാഭാവികം. ശരി, ഞാൻ അനൂപിലേക്ക് മടങ്ങിയെത്താം.